വിശ്വാസ ആചാര വൈകൃതങ്ങളിലേക്ക് വരുമ്പോൾ മനുസ്മൃതി സമയത്തെ സംബന്ധിച്ച്, കാലത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ഹദീസ്, മനുസ്മൃതി, ഈ രണ്ട് ഇസ്ലാമിൻ്റെയും ഹൈന്ദവതയുടെയും ഈ രണ്ട് അടിസ്ഥാനങ്ങളാണ് കാലത്തെ സംബന്ധിച്ച് കുറച്ച് വിശദമായിട്ട് സംസാരിക്കുന്നത്. ബൈബിളിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു വിശദീകരണം നമ്മൾക്ക് കാണുക സാധ്യമല്ല. ബൈബിളിൽ ആകെ പറഞ്ഞിട്ടുള്ളത് 7 ദിവസം, ആഴ്ചയിലെ 7 ദിവസം. അതിൽ 7 ദിവസത്തിൽ ഞായർ മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ യഹോവ അല്ലെങ്കിൽ ദൈവം അള്ളാഹു നടത്തിയിട്ടുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയത്തെ സംബന്ധിച്ച് ചർച്ച ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ ഹൈന്ദവ അടിസ്ഥാനങ്ങളിലും ഈ സമയത്തെ സംബന്ധിച്ച്, അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയതിനെ സംബന്ധിച്ച് മാത്രമല്ല, കാലത്തിൻ്റെ ഗണനകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൽ മനുസ്മൃതിയിൽ പറയുന്ന ഒരു സംഗതി 18 നിമിഷത്തിന് ഒരു കാഷ്ട എന്ന് പറയുന്ന, 18 നിമിഷം അതിനൊരു കാഷ്ട എന്ന് പറയും. 30 കാഷ്ട കൂടിയാൽ ഒരു കല, 30 കാഷ്ടക്ക് കല എന്നാണ് പറയുക. 30 കല കൂടിയാൽ ഒരു മുഹൂർത്തമായി. അങ്ങനെ 30 മുഹൂർത്തം കൂടിയാൽ ഒരു ദിവസമായി. അപ്പോൾ നിമിഷം, കാഷ്ട, കല, മുഹൂർത്തം, ദിവസം, ഇങ്ങനെയാണ്. ഇനി ദിനരാത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ദിനരാത്രങ്ങളെ നിർണ്ണയിക്കുന്നത് സൂര്യനാണെന്നാണ്. ഇത് നിർണയം എന്നത് സൂര്യനുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത് ഖുർആൻ സ്വീകരിക്കുന്ന രീതിയല്ല. ദിനരാത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ചൊരു ഉപകരണം മാത്രമാണ് സൂര്യൻ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ ഇസ്ലാമും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ സൂര്യൻ എന്ന് പറയുന്നൊരു ദേവനാണ്, സൂര്യദേവൻ. അതുകൊണ്ട് തന്നെ ദിനരാത്രങ്ങളെ നിയന്ത്രിക്കാനുള്ളത് സൂര്യദേവൻ ചെയ്യുന്നു എന്ന് അവർക്ക് പറയാം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊന്നും ദേവനും ദേവിയോ അല്ലെങ്കിൽ ദിവ്യത്തുള്ള ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ധർമ്മമാണ് സൂര്യൻ ദിനരാത്രങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളത്. അതായത് സൂര്യൻ്റെ കറക്കത്തിൽ ഭൂമിയുടെ ഒരു ഭാഗത്ത് അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ പകൽ സംഭവിക്കുന്നു, മറുഭാഗത്ത് രാത്രി സംഭവിക്കുന്നു, മറിച്ചും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ്. പക്ഷേ ഇവിടെ മനുസ്മൃതിയിൽ പറയുന്നത് ദിനരാത്രങ്ങളെ നിർണ്ണയിക്കുന്നത് സൂര്യനാണ്. രാത്രി ജീവികൾക്ക് ഉറങ്ങാനുള്ളതാണ്, പകൽ കർമ്മത്തിനുള്ളതും. അത് ഖുർആനുമായിട്ട് യോജിക്കുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ രാത്രിയും പകലും നിർണ്ണയിച്ചുള്ളത് മനുഷ്യന് വിശ്രമിക്കാനുള്ള സമയമായിട്ടാണ് രാത്രിയെ കാണുന്നത്. അതുപോലെ പകലിനെ കാണുന്നത് ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ തേടിപ്പോകാനുള്ള സമയമായിട്ടാണ്. ജഅൽന നഹാറ മആശ, പകലിനെ നമ്മൾ മആഷ്, ജീവസന്ധാരണത്തിനുള്ള സമയമായി നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയം എന്നുള്ളതിനും ഖുർആനിൽ പരാമർശം കാണാം. അപ്പോൾ അത് മനുസ്മൃതിയുടെ ആ കാഴ്ചപ്പാടുമായിട്ട് ഖുർആൻ യോജിക്കുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ളത് മനുഷ്യരുടെ ഒരു മാസം. മനുഷ്യരുടെ ഒരു മാസം എന്ന് പറയുമ്പോൾ, പണ്ടൊക്കെ ഹൈന്ദവതയുടെ തന്നെയും ആരാധനാപരമായിട്ടുള്ള സംഗതിയാണ്. പണ്ട് നല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. ചന്ദ്രമാസമാണ് അവിടെ പരിഗണിക്കുക. അപ്പോൾ അതനുസരിച്ച് ചന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം മനുസ്മൃതി ഇത് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരുടെ ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസമാണ്.
അതിലെ പകലിനെ കൃഷ്ണപക്ഷമായും രാത്രിയെ ശുക്ലപക്ഷമായിട്ടും വേർതിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ രാത്രിയെ ആണ് അവിടെ ശുക്ലപക്ഷമായിട്ട് കാണുന്നത് പിതൃക്കളുടെ കാര്യത്തിൽ, മനുഷ്യൻ്റെ കാര്യത്തിലല്ല. പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു മാസമാണ്. ആ ഒരു മാസത്തിലെ രാത്രിയെ ശുക്ലപക്ഷമായിട്ടും പകലിനെ കൃഷ്ണപക്ഷമായിട്ടുമാണ് അവിടെ വേർതിരിച്ചിട്ടുള്ളത്. ശുക്ലപക്ഷം നമ്മൾ സാധാരണഗതിയിൽ ചന്ദ്രൻ്റെ അമാവാസി അതുപോലെ പൗർണമി ഇത് രണ്ടും കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ രാത്രിയെയും പകലിനെയുമാണ്, ഒരു മാസത്തെ രാത്രിയെയും ഒരു മാസത്തെ പകലിനെയുമാണ് രണ്ട് പക്ഷങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ശുക്ലപക്ഷമാണ്, മറ്റൊന്ന് കൃഷ്ണപക്ഷവുമാണ്. ഇനി മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അതിൽ തന്നെ മനുഷ്യരുടെ ഉത്തരായനം ദേവന്മാരുടെ പകലാണ്, ദക്ഷിണായനം അവർക്ക് രാത്രിയാണ്. അപ്പോൾ ശരിക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിൽ ഉത്തരായണം ദക്ഷിണായനം എന്ന് പറയുന്ന രണ്ട് സൂര്യൻ്റെ ഗതി അനുസരിച്ച് രണ്ട് അവസ്ഥകൾ വരുന്നുണ്ട്. അതിൽ മനുഷ്യരുടെ ഉത്തരായണമാണ് ദേവന്മാരുടെ പകൽ, ദക്ഷിണായനമാണ് അവരുടെ രാത്രി എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്? ദേവന്മാരുടെ 1000 യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത്. ദേവന്മാരുടെ 1000 യുഗം. 1000 യുഗം എന്ന് പറഞ്ഞത് ഒരു യുഗം എത്രയാണ്? ഒരു യുഗം എന്ന് പറയുന്നത് മനുഷ്യരുടെ 12000 വർഷമാണ്. മനുഷ്യരുടെ 12000 വർഷമാണ് ദേവന്മാരുടെ ഒരു യുഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 1000 യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 യുഗമാണെന്ന് പറയുമ്പോൾ അത്ര തന്നെ രാത്രിയും വരും. ദേവന്മാരുടെ 1000 യുഗം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, 1000 യുഗം ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്നാണ് വരിക. അപ്പോൾ ഈ 12000 നമ്മൾ കണക്ക് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? അപ്പോൾ മനുഷ്യരുടെ 1,00,000 മനുഷ്യരുടെ ഈ 12000 വർഷവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം മനുഷ്യരുടെ 1,20,000 വർഷമാണ് ഒരു ദേവയുഗം എന്ന് പറഞ്ഞത്. ഒരു ദേവയുഗം എന്ന് പറയുന്നത് മനുഷ്യരുടെ 1,20,000 വർഷം വരും. അങ്ങനെയുള്ള ഒരു യുഗമാണ് ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പകൽ. അപ്പോൾ 1,20,000 വർഷം ഒരു പകൽ, 1,20,000 വർഷം ഒരു രാത്രിയും. അപ്പോൾ 60 ലക്ഷം മനുഷ്യവർഷം വരും ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്നാണ് വരിക. രാത്രി 60 ലക്ഷം വർഷവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മാവ് 60 ലക്ഷം വർഷം 60 ലക്ഷം വർഷം ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ഉണർന്നിരിക്കുന്നു. 60 ലക്ഷം വർഷം ബ്രഹ്മാവ് ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഉറങ്ങിയിട്ട് ഈ 60 ലക്ഷം വർഷം ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൻ്റെ അവസാനം, ഇത് മഹാപ്രളയത്തിലാണ് സംഭവിക്കുന്നത്. ആ ഉറക്കത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു, സൃഷ്ടി നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി മനുവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? മനുഷ്യരുടെ 8,52,000 വർഷമാണ് മനുവിൻ്റെ ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ഇത്രയും കാലയളവാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് പറയുമ്പോൾ
പ്രപഞ്ചത്തിൻ്റെ ഭൂമി അടക്കമുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. മഹാപ്രളയം എന്ന് പറയുമ്പോൾ തീർത്തെല്ലാം നശിച്ച് ബ്രഹ്മാവ് ഉറങ്ങണ കാലം, അത് ഇത്രയും കാലമാണെങ്കിൽ അത്രയും കാലം മാത്രമേ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ എന്നാണ് വരിക. അപ്പോൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങൾ, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ വൈരുദ്ധ്യങ്ങൾ ഇവിടെ മനുസ്മൃതി എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിലേക്കും ഖുർആൻ പോയിട്ടില്ല. അവിടെ ഖുർആൻ രണ്ട് സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മനുഷ്യൻ്റെ കാലഗണനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വർഷത്തിൽ എത്ര മാസം എന്നുള്ളൊരു പരാമർശം ഖുർആൻ നടത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാഅശറ ശഹ്റൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽക്ക് ഒരു കൊല്ലത്തിന് 12 വർഷമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. ഇനി അള്ളാഹുവിൻ്റെ അടുത്തുള്ള വർഷത്തെ സംബന്ധിച്ച് കാലഗണനയെ സംബന്ധിച്ച് അത് മനുഷ്യൻ്റെ കാലഗണനയായിട്ട് പൊരുത്തപ്പെടുന്നതല്ല, അത് മറ്റൊരു ലോകമാണ്. അത് അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ടത് എന്നതല്ലാതെ ഇവിടെ പറഞ്ഞതുപോലെ മനു, അതുപോലെ തന്നെ ബ്രഹ്മാവ്, മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ദേവന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാലഗണനയെ സംബന്ധിച്ച് ഖുർആനിലെവിടെയും, ഖുർആനിൽ മാത്രമല്ല ഹദീസിലും അങ്ങനെയുള്ളൊരു പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പരാമർശം തീരെ ഇല്ല. മനുസ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ മനുഷ്യന് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കാലഗണനയെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ഖുർആന് അനുസരിച്ച് ഇന്ന് നമ്മൾ കൈക്കൊള്ളുന്ന, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൈക്കൊള്ളുന്ന ഈ ഒരു കാലഗണനയെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഖുർആനിൽ മറ്റൊരു കാലഗണനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്.